എല്ലാവർക്കും നമസ്കാരം. ഞാൻ എലിസബത്ത്. എൻ്റെ ചെറിയ ടെറസിൻ്റെ കൊണ്ടല്ല ചെറിയ ഒരു കൃഷിത്തോട്ടം എല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ പ്രാവശ്യം ഇതെല്ലാം പഴുത്ത് നിന്നപ്പോൾ വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ മദർ പ്ലാന്റാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നൊരു 4 പീസ് മേടിച്ചു കൊണ്ട് വെച്ച് ആദ്യമായിട്ട് ഉണ്ടാക്കിയ തൈയാണിത്. ഇതിൽ ഇങ്ങനെ വളർന്നു വന്നപ്പോഴാണ് ഞാൻ ഇത്രയും സാധനങ്ങളെല്ലാം എല്ലാ ടബിനകത്തും നിറച്ചത്. ഈ 4 പീസിൽ നിന്നുണ്ടായ തണ്ട് മുറിച്ച് വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ കൊല്ലമാണ് ഇത് കായ്ക്കുന്നത്. 3 കൊല്ലം കൊണ്ടാണ് ഇത്ര വളർച്ച ഉണ്ടായത്. അപ്പോൾ ഇനി ബാക്കി ഉള്ള ഫുള്ള് കായ്കൾ പഴുത്ത് നിൽക്കുന്നതാണ്. ഞാൻ മറന്നൊരു കാര്യമുണ്ട്. ഞാൻ താമസിക്കുന്ന വെരാവലിലാണ്, ഗുജറാത്തിലെ വെരാവൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് 35 കൊല്ലത്തോളമായി. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ മണ്ടക്കേറിയെന്ന് പറയണം പറിക്കാം. ഹായ് പറയണം, മണ്ടക്കേറിയെന്ന് പറിച്ചേക്കാം. ഇത്ര സാഹസികമായിട്ടാണ് ഞാനത് പറിച്ചെടുക്കുന്നത്. ഹായ്, എങ്ങനെയുണ്ട്? നല്ല പഴമല്ലേ? ഞാനിങ്ങനെ മണ്ടയ്ക്ക് കയറി നിന്ന് മറിഞ്ഞടിച്ച് താഴെ വീഴാതിരിക്കാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. മറിഞ്ഞു പിടിച്ച് വീട് കഴിഞ്ഞാൽ വേറെ പണിയാവും. അപ്പോൾ ഇത് നമ്മുടെ വേറൊരു വെറൈറ്റിയാണ്, വെള്ളയാണ്. ഇതാ പഴുത്ത് പൊട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പറിച്ച് ഒന്ന് കട്ട് ചെയ്യാം. വീഡിയോ പിടിക്കുന്ന കുഞ്ഞിന് ഒന്ന് കട്ട് ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാതെ കൊടുക്കണ്ടേ? ഓക്കെ, ഇതാണ് ഇത്. ഇങ്ങനെ പഴുത്ത് പൊട്ടി കഴിയുമ്പോഴാണ് അതിന് നല്ല മധുരം ഉണ്ടാകുന്നത്. നമ്മൾ വെറൈറ്റി സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഓർഗാനിക് വളങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. യാതൊരുവിധ രാസവളങ്ങളും ഇടാത്ത ഓർഗാനിക് മാത്രം. ഞാൻ ഉണ്ടാക്കുന്ന ഈ വളങ്ങളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന വളങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്കിത് കഴിക്കാം. ഇത് എല്ലാം മൊത്തം ഞാൻ തിന്നു തീർക്കാനല്ല കേട്ടോ, ഞാനിത് വിൽക്കുകയാണ്. വിറ്റ് കാശുണ്ടാക്കിയില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അതിന് കാശുണ്ടാക്കണ്ടേ? അപ്പോൾ ഞാനിത് വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ഉദ്യം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് പൊളിച്ച് വീഡിയോ പിടിക്കുന്ന കൊച്ചിനെ വെച്ച് കൊടുക്കണ്ടേ? പിന്നെ നമ്മുടെ വീടിൻ്റെ അയൽലോകത്ത് പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഉണ്ടോ? ഇതിങ്ങനെ പൊളിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഉണ്ടോ? നല്ല ഉണ്ടോ? വെള്ള ഇങ്ങനെ ഇരിക്കും, വെള്ളക്കകം ഇങ്ങനെ ഇരിക്കും, ചുമല ഇങ്ങനെ. ഇത് നമുക്കിത് മുറിക്കാം. കണ്ട? ഓക്കെ. ഇനി പറിക്കുന്ന കുട്ടിയുടെ വായിലൊരെണ്ണം കൊടുക്കട്ടെ. ലോകത്തുള്ള പണിക്കാർക്ക് കൊടുത്തിട്ട് നിനക്ക് എന്നിട്ട് തരാം. നീ ബഹളം നിൽക്കാതെ. അടുത്ത് എൻ്റെ ഈവയ്ക്കാണ്. അവളാണ് എൻ്റെ ഈവ. ഈവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അവളെ ഞാൻ ചോദിക്കും.
ഉണക്കത്തോടെ പഴുത്തോടെ ഇങ്ങനെ വിളവെടുത്തു. അപ്പോൾ ഇനി നമ്മളിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എപ്പോഴെങ്കിലും. ഓക്കെ, ഇനി അടുത്ത പറിക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ. ഓക്കെ, താങ്ക് യു.